അന്തരിച്ച ബോളിവുഡ് നടൻ ഓം പുരിയുടെ വ്യക്തിജീവിതം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെക്കാൾ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒന്നായിരുന്നു. ഇപ്പോഴിതാ ഓം പുരിയുടെ ആദ്യ ഭാര്യയും നടൻ അന്നു കപൂറിന്റെ സഹോദരിയുമായ സീമ കപൂർ നൽകിയ പുതിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത്. വിവാഹ ജീവിതത്തെയും വേദനാജനകമായ വേർപിരിയലിനെയും കുറിച്ചാണ് സീമ തുറന്നു പറഞ്ഞത്. സിദ്ധാർത്ഥ് ഖന്നന് നൽകിയ അഭിമുഖത്തിൽ ഓം പുരിയുമായുള്ള ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച സീമ, വിവാഹത്തിന് തൊട്ടുമുമ്പ് നടൻ വീട്ടുജോലിക്കാരിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞതായി വെളിപ്പെടുത്തി. പിന്നീട് രണ്ടാമത്തെ ഭാര്യ നന്ദിതയുമായുള്ള ബന്ധത്തിലൂടെ തന്നെ വഞ്ചിച്ചുവെന്നും താൻ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അതെല്ലാം അറിഞ്ഞതെന്നും സീമ ആരോപിച്ചു. അതിനു പിന്നാലെയാണ് ഇരുവരും വിവാഹമോചിതരായത്. അഭിമുഖത്തിൽ വിവാഹം മുതൽ വിവാഹമോചനം വരെയുള്ള സംഭവങ്ങൾ വിശദമായി പങ്കുവച്ച സീമ, ഗർഭിണിയായിരിക്കെ ഓം പുരിയുടെ വീട് വിട്ടിറങ്ങിയതിനു ശേഷം തനിക്ക് ഗർഭത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ പോലും നഷ്ടമായെന്നും പറഞ്ഞു. വിവാഹത്തിന് മുമ്പുണ്ടായ സംഭവങ്ങൾ ഓർത്തെടുത്ത സീമ ഇങ്ങനെയാണ് പറഞ്ഞത്. 1989 ഞങ്ങളുടെ വിവാഹ നിശ്ചയം. എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ ഇരു കുടുംബങ്ങളും വിവാഹം വേഗത്തിൽ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. വിവാഹത്തിന് തലേ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ടുപോയി. തനിക്ക് വീട്ടുജോലിക്കാരിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും ഞാൻ വിവാഹത്തിൽ നിന്നും പിന്മാറിയില്ല. കാരണം അതിനുള്ള സമയം വളരെ വൈകിയിരുന്നു. അതിഥികളെല്ലാം ക്ഷണിച്ചു കഴിഞ്ഞിരുന്നു. സ്വീകരണ ചടങ്ങിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. ഞങ്ങൾ ധാലാവാഡ് എന്ന ചെറിയ പട്ടണത്തിലായിരുന്നു. അവിടെ എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ ബഹുമാനമുണ്ടായിരുന്നു. നദിക്കരയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയ ശേഷമാണ് അദ്ദേഹം അത് പറഞ്ഞത്. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വിവാഹത്തിന് ഒരു ദിവസം മുമ്പ് ഇത് റദ്ദാക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഇന്നത്തെ സ്ത്രീകൾ വളരെ ധൈര്യമുള്ളവരാണ്. ചിലർ വിവാഹ ദിവസം പോലും പിന്മാറാൻ തയ്യാറാകുന്നുണ്ട് എന്ന് സീമ പറഞ്ഞു. നന്ദിതയുമായുള്ള ഓം പുരിയുടെ ബന്ധം തന്നെ മാനസികമായി തകർത്തുവെന്നാണ് അവരുടെ ആരോപണം. അതിനു പിന്നാലെയാണ് ഗർഭത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ നഷ്ടമായതെന്നും അവർ പറഞ്ഞു. വിവാഹമോചന സമയത്ത് ഓം പുരി തനിക്ക് 6 ലക്ഷം രൂപ ജീവനാംശമായി നൽകിയിരുന്നുവെന്നും സീമ വെളിപ്പെടുത്തി. എന്നാൽ കുഞ്ഞിനെ നഷ്ടമായതിനു ശേഷം തന്നെ ആശ്വസിപ്പിക്കാനോ കാണാനോ അദ്ദേഹം എത്തിയില്ലെന്നും പകരം സെക്രട്ടറിയുടെ കൈവശം 25,000 രൂപ കൊടുത്തയച്ചുവെന്നുമാണ് സീമയുടെ ആരോപണം. ആ പണം ഞാൻ സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഈ അഹങ്കാരമാണ് നിങ്ങളെ നശിപ്പിക്കുന്നത് എന്ന്. പക്ഷേ അത് അഹങ്കാരമായിരുന്നില്ല, എന്റെ ആത്മാഭിമാനമായിരുന്നു എന്നും സീമ കൂട്ടിച്ചേർത്തു. ഓം പുരിയും സീമ കപൂറും 1990 വിവാഹിതരായത്. ഒരു വർഷത്തിനു ശേഷം ഇരുവരും വേർപിരിഞ്ഞു. തുടർന്ന് 1993 ഓം പുരി നന്ദിതയെ വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധവും 2013 വിവാഹമോചനത്തിൽ കലാശിച്ചു. 2017 ജനുവരിയിൽ 66-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ഓം പുരി അന്തരിച്ചു. പത്മശ്രീ അടക്കം നൽകി രാജ്യം ആദരിച്ചിട്ടുള്ള കലാകാരൻ കൂടിയാണ് അദ്ദേഹം.